بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. اللهم أصلح لنا ديننا الذي هو عصمة أمورنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ ഹഷറിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, ഏഴാമത്തെ ആയത്ത്, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബാ വൽയതാമ വൽമസാകീൻ വബ്നിസ് സബീൽ കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹു അവൻ്റെ റസൂലിന് ഫൈ ആയി കൊടുത്തത് എന്താണോ, ഫൈ എന്ന സ്വത്ത് എന്താണെന്ന് കഴിഞ്ഞ തഫ്സീറിൻ്റെ ദർസിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുന്നില്ല. അത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ കഴിഞ്ഞ ദർസ് കേട്ടാൽ ഉപകാരപ്രദമായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിന് അവൻ ഫൈ ആയി സ്വത്തായി കൊടുത്ത കാര്യം മിൻ അഹ്ലിൽ ഖുറാ, ഖറിയത്തുകളുടെ ആളുകളിൽ നിന്ന്, അഥവാ മറ്റുള്ള നാട്ടുകാരായ ആളുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ഫൈ, അതിൻ്റെ അവകാശികൾ ആരാണ്, അത് ഏതൊക്കെ മാർഗത്തിലാണ് ചെലവഴിക്കേണ്ടത്. ഫലില്ലാഹി വലിർ റസൂലി, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും. ഒന്നാമത്തെ മസ്രിഫുൽ ഫൈ ചെലവഴിക്കാനുള്ളത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും, അള്ളാഹുവിനാണ് അവൻ്റെ റസൂലിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസ്ലിമീങ്ങൾക്കുള്ള പൊതുവായ മസ്ലഹത്തുകൾക്ക് വേണ്ടി, പൊതുവായ നന്മകൾക്ക് വേണ്ടി അവിടുത്തെ കാലത്ത് വിനിയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്തും അവിടുത്തേക്ക് ഫൈ ആയി കിട്ടിയ സ്വത്ത് ബാക്കിയുണ്ടായിരുന്നു. അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ളതാണ്. വലിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്കും. ഇവിടെ ബന്ധുക്കൾ എന്നാൽ ബനു ഹാഷിം, ബനുൽ മുത്തലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് ഉദ്ദേശം. അവർക്ക് ഫൈയിൽ നിന്ന് ഒരു വിഹിതമുണ്ട്. അവർക്ക് സക്കാത്തിൽ നിന്ന് വിഹിതമില്ല. അവർ സാധുക്കളാണെങ്കിൽ അവർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല, സദഖ സ്വീകരിക്കാൻ പാടില്ല. സാധുക്കൾ എന്ന നിലക്ക് ആളുകൾ കൊടുക്കുന്ന സക്കാത്തോ സദഖയോ സ്വീകരിക്കാൻ അവർക്ക് പാടില്ല. എന്നാൽ ഹദിയകൾ, സമ്മാനങ്ങൾ, അത് സ്വീകരിക്കാം. വലിയ ചാമ, അതുപോലെ യതീമുകൾക്കുള്ളതാണ്. വൽ മസാക്കീൻ, സാധുക്കൾ, മിസ്കീനുകൾ, ആവശ്യത്തിന് തങ്ങളുടെ കയ്യിലുള്ളത് തികയാത്തവർ. വബിന് സബീൽ, വഴിയാത്രക്കാരും. ഇതാണ് ഫൈഇൻ്റെ 5 മസാരിഫ്. ഒന്ന് അള്ളാഹുവിനും റസൂലിനും, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്, ബനുൽ ഹാഷിം, ബനുൽ മുത്തലിബ്, അഹ്ലുബൈത്തിന്. വലിയതാമ, യതീമുകൾക്ക്. വൽ മസാക്കീൻ, മിസ്കീനുകൾക്ക്. വബിന് സബീൽ, വഴിയാത്രക്കാർക്ക്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്? കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, കൈ ലാ യകൂന, ഇത് ആയിത്തീരാതിരിക്കാൻ,
ഈ ഫൈ ആയി പോകരുത്. ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിലെ അഗ്നിയായിനിടയിൽ അഥവാ നിങ്ങളിലെ പണക്കാർക്കിടയിലുള്ള ഒരു ദൂലത്തെന്നാൽ അൽ മുതദാവിൽ ബൈനഹും, അവർക്കിടയിൽ മാത്രം അവർ എടുക്കുക, അവരുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുക എന്നത് ആകാതിരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. വമാ ആതാകുമുർ റസൂൽ, എന്താണോ ഏതൊന്നും കൊണ്ടാണ് റസൂൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുത്തെ കൽപ്പനകൾ നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് തന്നതും സ്വീകരിക്കുക. വമാ നഹാകും അൻഹു, അവിടുന്ന് എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങളോട് വിരോധിച്ചത്, ഫൻതഹു, അത് നിങ്ങൾ അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു, അവന്റെ ഇഖാബ് വളരെ കടുത്തതാകുന്നു. നസ്അലുല്ലാഹൽ ആഫിയ. ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഫൈ ആയി ബനു നദീറിൽ നിന്നൊക്കെ ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത് നമ്മൾ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വത്ത് അവിടുത്തെ വഫാത്തിന് ശേഷവും ആ സ്വത്ത് നിലവിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് അത് റസൂലുള്ളാഹിന്റെ അനന്തരാവകാശികൾക്ക് ലഭിച്ചിരുന്നില്ല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഇന്ന മഅശറൽ അൽ അംബിയാഉ, നബിമാർ ലാ യൂറസ്, നബിമാർ അവരിൽ നിന്ന് അനന്തര സ്വത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ലാ നൂറസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നൂറസ്, ഞങ്ങളിൽ നിന്ന് അനന്തര സ്വത്ത് ലഭിക്കുകയില്ല. എല്ലാ നബിമാർക്കുമുള്ള പ്രത്യേകതയാണ്. മാ തറക്നാ സദഖ, നാം വിട്ടേച്ചു പോകുന്നത്, അഥവാ നബിമാർ വഫാത്താകുമ്പോൾ അവരുടെ സ്വത്തായി ബാക്കിയാകുന്നത് സദഖ, അത് സദഖയാണ്, മുസ്ലിമീങ്ങളുടെ പൊതുവായ സ്വത്താണത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് അവിടുത്തെ അനന്തരാവകാശികൾക്ക്, അവിടുത്തെ മക്കളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരേ ഒരാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അതുപോലെ മകളുടെ ഭർത്താവ് അലി ബിൻ അബി താലിബ് തുടങ്ങിയ അനന്തരാവകാശികൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്വത്ത് നൽകിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇങ്ങനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്നും അവിടുത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വത്ത് അത് മുസ്ലിമീങ്ങൾക്ക് ഉള്ള പൊതുവായ മസ്ലഹത്തുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഉപയോഗിക്കുകയുണ്ടായി. ഈ വിഷയം അറിയാതെ ആ സ്വത്ത് ആവശ്യപ്പെട്ടു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്കും അവരത് നൽകിയിട്ടില്ല. അതൊക്കെ പിഴച്ച കക്ഷികൾ വളരെ മോശമായ നിലക്ക് പ്രചരിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ ഖലീഫമാരെ മോശക്കാരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ബന്ധുക്കൾ ഖലീഫമാരോട് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ വിവരം അറിയാതെ അവരുടെ അവകാശമാണ് ചോദിച്ചത്. യാതൊരു തെറ്റുമില്ല അതിൽ, ആ ചോദ്യത്തിൽ തെറ്റില്ല. കാരണം അവരുടെ അവകാശം അല്ല, മുന്തിയ അവകാശമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാറസത്താവുക, അവിടുത്തെ അനന്തരാവകാശികളാകുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അവർ ചോദിച്ചു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അവരിൽ ചിലർക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് അറിയാമായിരുന്ന ഖലീഫമാർ അവർക്കത് നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫൈ ആയി കിട്ടിയ സ്വത്തിനെ കുറിച്ച് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകൾ ഉദ്ധരിച്ചു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബുഖാരി മുസ്ലിമും അവരുടെ സഹീഹുകളിൽ എടുത്തു കൊടുത്ത ഒരു ഹദീസ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നു. حدثنا أنس بن مالك عن رسول الله صلى الله عليه وسلم قال
അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന الرجل كان يجعل له من ماله النخلات أو كما شاء الله حتى فتحت عليه قريضة والنضير. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന الرجل ഒരാളായിരുന്നു, ഇന്ന الرجل كان ഒരാളായിരുന്നു, അഥവാ അൻസാറുകളിൽപ്പെട്ട ആളുകൾ ചെയ്തിരുന്നു, കാന യജ്അലു ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു, മിമ്മാലിഹി അന്നഖ്ലാത്ത് തൻ്റെ സ്വത്തിൽ സമ്പത്തിൽപ്പെട്ട ഈത്തപ്പനകൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വത്തിൽ അവരുടെ കൃഷിയിടങ്ങളിൽ ചില നഖ്ലത്തുകൾ, ചില ഈത്തപ്പന മരങ്ങൾ, ഇത് ആർക്കാണെന്ന് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതാണെന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് വരുമാനം ആർക്കുള്ളതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അൻസാറുകൾ ധാരാളമായി ചെയ്തിരുന്നു. റസൂലുള്ളാഹിക്കും സഹാബത്തിനും വേണ്ടി അവരൊന്നും ഇല്ലാതെയാണ് വന്നത്. അവർ മദീനത്തേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻസാറുകൾപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ കൊടുത്തിരുന്നു. എന്നാൽ ഹത്താ ഫുതിഹത് അലൈഹി ഖുറൈദ വന്നദീർ, ബനു ഖുറൈദ, ബനു നദീർ എന്നീ യഹൂദ ഗോത്രങ്ങൾ അവരുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം അള്ളാഹു നൽകുന്നത് വരേക്കും. കാരണം അത് അവരിൽ നിന്ന് ഫൈ ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും സ്വന്തമായി എന്തു ലഭിച്ചു? സ്വത്ത് ലഭിച്ചു, സ്വന്തമായി തോട്ടങ്ങൾ ലഭിച്ചു. അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിലക്ക് അവിടുന്ന് ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരാളോടും ദുൽമ ചെയ്തിട്ടല്ല, മറിച്ച് മറ്റുള്ളവരാണ് ദുൽമിൻ്റെയും അതുപോലെ ചതിയുടെയും ആളുകൾ. മുസ്ലിമീങ്ങൾ അത് ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ അക്രമത്തിലൂടെയോ അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച നേരായ നിലക്കാണ് അത് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും ശത്രുക്കൾ അവരുടെ കരാറുകൾ ലംഘിക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരിൽ തുടരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമുള്ള നടപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ബനു നദീറിന്റെ സംഭവമാണ് ഈ സൂറത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സൂറത്തിന്റെ വേറൊരു പേരെന്താണ് സഹാബത്ത് പറഞ്ഞിട്ടുള്ളത്? സൂറത്തു ബനി നദീർ. ബനു നദീർ എന്ന യഹൂദ ഗോത്രത്തിന്റെ അവരെ കുറിച്ച് പറഞ്ഞ സൂറത്ത്. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ തുടങ്ങി? ഖാല ഫജഅല യറുദ്ദു ബഅദ ദാലിക്. നേരത്തെ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റി വെച്ചതുണ്ടല്ലോ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. കാരണം അവിടത്തേക്ക് സ്വന്തമായി ലഭിച്ചു. ഇനി അവരുടേത് അവർ തന്നെ ഉപയോഗിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഖാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? അൻസാരിയായ സഹാബിയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. وإن أهلي أمروني أن آتي النبي صلى الله عليه وسلم. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുടുംബം എന്നോട് പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മു സുലൈമാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹദിയായ സഹാബി വനിതയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിൽ, അവിടത്തേക്ക് സേവനം ചെയ്യുന്നതിൽ അറിയപ്പെട്ട കുടുംബമാണ് അനസ് റളിയല്ലാഹുവിൻ്റെ കുടുംബം. ഉമ്മയും അതുപോലെ ഉമ്മയെ പിന്നീട് വിവാഹം ചെയ്ത അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ആ കുടുംബവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടുത്ത ബന്ധം കൊണ്ട് അറിയപ്പെട്ട കുടുംബമാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കുടുംബം എന്നോട് പറഞ്ഞു ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലാൻ. ഫഅസ്അലഹു അല്ലദീ കാന അഹ്ലുഹു അഅതൗഹു ഔ ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരിച്ചു കൊടുക്കുന്നത്, അപ്പോൾ ഞങ്ങൾ കൊടുത്തത് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിനെ അനസിന്റെ കുടുംബം അങ്ങോട്ടേക്ക് അയക്കുകയുണ്ടായി. അങ്ങനെ وكان نبي الله صلى الله عليه وسلم قد أعطاه أيمن أو كما شاء الله. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പക്ഷേ അനസിന്റെ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരുന്ന സ്വത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചിരുന്ന ഈത്തപ്പനകൾ, അതിന്റെ വരുമാനം റസൂലുള്ളാഹിക്ക് എന്ന് നിശ്ചയിച്ചതിൽ അതിൽ നിന്ന് പലതും അല്ലെങ്കിൽ അത് മുഴുവനായും റസൂലുള്ളാഹി ഉമ്മു ഐമന് കൊടുത്തിരുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പോറ്റുമ്മയാണവർ. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ അടിമയായിരുന്നു. ഉപ്പാന്റെ അങ്ങനെ ഖുറൈശികളുടെ അടിമയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ മക്കൾക്ക് അത് മീറാത്തായി കിട്ടും, അന്തരസ്വത്തായി കിട്ടും. നല്ല പ്രായം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റിയത് ആരാ? ഉമ്മു ഐമനാണ്. അന്നേരം അങ്ങനെ പോറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുല്ലാഹ് അവിടുത്തെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ഉമ്മ ആമിന പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉമ്മു ഐമനെയും കൂട്ടിയിട്ടാണ്. ഈ ഉമ്മു ഐമനെയും കൂട്ടിയിട്ടാണ് നബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മ ആമിന അബ്ദുള്ളയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ചെന്നത്, മദീനയിലേക്ക് ചെന്നത്. യസ്രിബിലായിരുന്നു അത്. തിരിച്ചു വരുന്ന സമയത്താണ് ആര് മരണപ്പെട്ടത്? ഉമ്മ ആമിന അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടത്. യതീമായിട്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. അങ്ങനെ ബാക്കി വഴിയിൽ റസൂലുള്ളാഹിനെ കൊണ്ട് തിരിച്ചു മക്കത്തേക്ക് വന്നത് ആരാണ്? ഈ ഉമ്മു ഐമനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി വന്നത് ഉമ്മു ഐമനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ മേൽ പ്രത്യേകമായ ഒരു സ്ഥാനം ആർക്കുണ്ടായിരുന്നു? ഉമ്മു ഐമനുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വന്തം ഉമ്മയെ പോലെ ഉമ്മു ഐമനെ പരിഗണിച്ചിരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിലേക്ക് ഹിജറ വരികയും ഒക്കെ ചെയ്തു റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമ്മു ഐമന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വത്ത് അനസ് റളിയല്ലാഹു അൻഹു തന്നത് മുഴുവനായി അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ഭാഗം കൊടുത്തിരുന്നു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാനിഹിൻ. അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ കുടുംബം റസൂലുള്ളാഹിക്ക് കൊടുത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അതെനിക്ക് തന്നു. ഫജാഅത് ഉമ്മു ഐമൻ. അപ്പം അതാ വരുന്നു ആര്? ഉമ്മു ഐമൻ. ഫജഅലതി സൗബ ഫീ ഉനുഖി. അപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന തുണി അവരെൻ്റെ കഴുത്തിലിട്ട് പിടിച്ചു. ആര്? ഉമ്മു ഐമൻ. അൻസറദാൻ ചെറിയ കുട്ടിയാണ്, വലിയ പ്രായം ഇല്ലാത്ത ആളാണ്. എന്നാൽ ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇത്രയും സ്ഥാനമുള്ള സഹാബി വനിതയാണ് റളിയല്ലാഹു അൻഹ. വജഅലത് തഖൂൽ, എന്നിട്ട് പറയാൻ തുടങ്ങി, കല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലാ യുഅതീകഹുന്ന വഖദ് അതാനിഹിൻ. ഇല്ല, അല്ലാഹുവാണ്, നിനക്കത് റസൂൽ തരികയില്ല, എനിക്ക് തന്നിട്ടുണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നിട്ടുണ്ട്, അതിനെ നിനക്ക് തരികയില്ല. ഫഖാല നബിയുല്ലാഹ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കി കദാ വകദാ. അല്ല ഉമ്മു ഐമൻ, നിങ്ങൾക്ക് അതിന് പകരം ഞാൻ ഇത്ര തരാം, അത് കൊടുത്തേക്ക്, നിങ്ങൾക്ക് പകരം ഞാൻ ഇത്ര തരാം. ഖാല വതഖൂൽ, അപ്പോൾ അവർ പറയുന്നു, കല്ലാ വല്ലാഹ്, ഇല്ല പോരാ, അത് പോരാ. ഖാല വയഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ലക്കി കദാ വകദാ, എന്നാ അത് പോരെങ്കിൽ ഇതാ ഇത്രയും കൂടി തരാം, അനസിന്റെ കൊടുത്തേക്കോ. ഖാല വതഖൂൽ കല്ലാ വല്ലാഹ്, അവർ വീണ്ടും പറയുന്നു, ഇല്ല പറ്റൂല, അല്ലാഹു ആണ്, നടക്കുകയില്ല. ഖാല വയഖൂലു ലക്കി കദാ വകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൊടുക്കാമെന്ന് പറയുന്നത് കൂട്ടി പറയുന്നു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഒടുവിൽ പറഞ്ഞു, ഹത്താ അഅതാഹാ 10 അംസാലിഹി, ഏകദേശം 10 ഇരട്ടി ആർക്ക് കൊടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമന് കൊടുക്കുകയുണ്ടായി. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് ഏത് സമയത്താണ്? ഈ ബനൂ നദീറിന്റെ ഫൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടിയപ്പോൾ. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വെച്ച് ചെയ്യാൻ അവർക്ക് ധൈര്യമുള്ളത് എന്തുകൊണ്ടാണ്? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അത്രയും സ്ഥാനമുണ്ട്, അതുകൊണ്ടാണ്. ഇത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ സ്ഥാനം മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിവായത്ത് ചെയ്തതാണ്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്നു, ഇൻതലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉമ്മി ഐമൻ. ഇത് മറ്റൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മു ഐമന്റെ അടുത്തേക്ക് ചെന്നു. ഫൻതലഖ്തു മഅഹു, ഇത് ഇബ്നു കസീർ തഫ്സീറിലുള്ളതല്ല, സംഭവം മനസ്സിലാകാൻ, ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സ്ഥാനം മനസ്സിലാകാൻ വേണ്ടി ഞാൻ വായിക്കുന്നു മാത്രം. അങ്ങനെ ഫൻതലഖ്തു മഅഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെന്നു. ഫനാവലത്ഹു ഇനാഅൻ ഫീഹി ശറാബ്, ഉമ്മു ഐമന്റെ വീട്ടിൽ ചെന്നപ്പോൾ
ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രത്തിൽ കുടിക്കാൻ കൊടുത്തു. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫലാ അദ്രി അസാദഫത്ഹു സായിമൻ ഔ ലം യുരിദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചില്ല. എനിക്കറിയില്ല റസൂൽ അന്ന് നോമ്പുകാരനായതുകൊണ്ട് കുടിക്കാതിരുന്നതാണോ അല്ല അത് കുടിക്കാൻ കൊടുത്തത് ഇഷ്ടപ്പെടാനിട്ട് കുടിക്കാതിരുന്നതാണോ എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചില്ല. അപ്പൊ ഫജഅലത് തസ്ഖബു അലൈഹി വതദ്മറു അലൈഹി. ഉമ്മു ഐമൻ എന്ത് ചെയ്യാൻ തുടങ്ങി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യപ്പെടാൻ റസൂലുള്ളാഹിനെ ഒച്ചത്തിൽ വഴക്ക് പറയാനും തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വഴക്ക് പറയുന്നു. തസ്ഖബു എന്ന് പറഞ്ഞാൽ ശബ്ദം എടുത്ത് വഴക്ക് പറയുന്നതാണ്. തദ്മറു അലൈഹി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ. അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ചില സ്ത്രീകൾ, പ്രായമുള്ള ചില ആളുകൾ. നമ്മളൊരു തന്നത് തിന്നില്ലെങ്കിൽ ഒരു ദേഷ്യം പിടിക്കൂലേ? എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ദേഷ്യം പിടിക്കുന്നു, ചൂടാകുന്നു. എന്തുകൊണ്ടാണത്? അവർക്കതിനുള്ള സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവർക്ക് അതിനുള്ള സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇത്രയും ഫضലുള്ള മഹദിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ് വഫാത്തായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പേ വഫാത്തായി. ഈ ഹദീസ് ഞാൻ ഇപ്പോൾ ഈ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, റസൂലുള്ളാഹിനോട് അവർ ദേഷ്യം പിടിച്ചു എന്ന ഹദീസ് ഇമാം മുസ്ലിം ഫദായിലു സഹാബ എന്ന അധ്യായത്തിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. സഹാബത്തിന്റെ ഫضൽ, സഹാബത്തിന്റെ ശ്രേഷ്ഠത. ഇമാം നവവി അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ബാബു ഫദായിലി ഉമ്മി ഐമൻ എന്നാണ്. ഉമ്മു ഐമന്റെ ഫضൽ, ശ്രേഷ്ഠത. റസൂലുള്ളാഹിനോട് ഒരാൾ ചൂടായാൽ അത് ഫضലായി മാറുമോ? ചിലർക്കത് ഫضലായി മാറും. അതാർക്കാണ്? ഉമ്മു ഐമനെ പോലെയുള്ളവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ദേഷ്യപ്പെട്ടത് അവരുടെ ഫضലിന്റെ കൂട്ടത്തിലാണ്. കാരണം അവർക്കതിന് അവകാശം, അത്രയും സ്ഥാനം അവർക്കുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ് സഹീഹ് മുസ്ലിം, ഈ ഹദീസിന്റെ തൊട്ട് താഴെ കാണാം. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഖാല അബൂബക്കർ بعد وفاة رسول الله صلى الله عليه وسلم لعمر. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായിട്ടാണുള്ളത്. റസൂലുള്ളാഹി വഫാത്തായ സമയത്ത്, അവിടുന്ന് മരണപ്പെട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു ഇൻതലിഖ് ബിനാ ഇലാ ഉമ്മി ഐമൻ. ഉമർ, വരൂ, നമുക്ക് ഒരുമിച്ച് ഉമ്മു ഐമന്റെ അടുത്തേക്ക് പോകാം. നസൂറുഹാ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ. നമുക്കവരെ സന്ദർശിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നത് പോലെ നമുക്ക് അവരൊന്ന് കാണാൻ പോകാം. ഫലമ്മ ഇൻതഹൈനാ ഇലൈഹാ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ബക്കത്ത്, അവർ കരഞ്ഞു, അവർ കരയുകയാണ്. ഫഖാലാ ലഹാ, അപ്പോൾ അബൂബക്കറും ഉമറും രണ്ടുപേരും അവരോട് ചോദിച്ചു, മാ യുബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിന് ഖൈറായത് ഉള്ളത് അള്ളാഹുവിൻ്റെ അടുത്താണല്ലോ. റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാളും അവിടുത്തേക്ക് ഖൈർ മൗത്താണ്. അള്ളാഹു എങ്കിൽ അവിടുത്തേക്ക് ഖൈറാണുള്ളത്, പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് അബൂബക്കറും ഉമറും അവരെ ആശ്വസിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ പറഞ്ഞ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെങ്ങനെയുള്ളവരായിരുന്നു? അവരിലെ വൃദ്ധരും അവരിലെ സ്ത്രീകളും പോലും എത്ര മഹത്തായ വിശ്വാസവും എത്ര മഹത്തായ ഹൃദയമുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അബൂബക്കറും ഉമറും ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഫഖാലത് മാ അബ്കി അല്ലാ അകൂന അഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കരയുന്നത് അള്ളാഹുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിൻ്റെ അടുത്താണ് ഖൈറായതുള്ളത് എന്നത് അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവെങ്കിൽ ഉള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈർ എന്നത് അറിയാനിട്ടല്ല ഞാൻ കരയുന്നത്. വലാകിൻ അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ. ഞാൻ കരയുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ വഹി നിലച്ചുപോയല്ലോ എന്നോർത്താണ്. സുബ്ഹാനല്ലാഹ്. മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വഹി അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നിന്നുപോയില്ല. ഇനി വഹി ഇറങ്ങൂലല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായില്ലേ, ഇനി വഹിയില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. അങ്ങനെ അവരുടെ കരച്ചിൽ കണ്ട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ അവരുടെ കൂടെ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നോക്ക് അള്ളാഹുവിൻ്റെ വഹി അതെത്ര വലിയ നിഅമത്തായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അത് നിലച്ചപ്പോൾ അവർ കരയുന്നു അതിനെ ഓർത്ത്. എത്ര മഹാന്മാരാണ് സഹാബത്ത്, അവരെക്കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? അവരെക്കുറിച്ച് അവരെ വിശേഷിപ്പിക്കാൻ, അവരെ പ്രശംസിക്കാൻ വാക്കുകൾ അതിന് പരിമിതിയുണ്ട്. റളിയല്ലാഹു അൻഹും വഅർദാഹും. ഇതാണ് ഉമ്മു ഐമന്റെ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫൈഇനെ കുറിച്ച്, കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. ഈ ഫൈ അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ്? ഇത് പണക്കാർക്കിടയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിയോഗിക്കപ്പെടുന്ന ഒരു ദൗലത്തായി മാറാതിരിക്കാൻ. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ ജഅൽനാ ഹാദിഹിൽ മസാരിഫ ലിമാലിൽ ഫൈഇ കൈ ലാ യബ്ഖാ മഅകലതൻ യതഗല്ലബു അലൈഹ അൽ അഗ്നിയ വയതസറഫൂന ഫീഹാ ബിമഹ്ദി അശ്ശഹവാതി വൽ ആറാ വലാ യസ്രിഫൂന മിൻഹു ശൈഅൻ ഇലൽ ഫുഖറാ. സമ്പന്നർ മാത്രം അവരത് എടുക്കുകയും എന്നിട്ട് അവർക്ക് തോന്നിയെടുത്ത് അത് ചെലവഴിക്കുകയും സാധുക്കൾക്ക് അത് കിട്ടാതിരിക്കുകയും അവരെ ശഹവത്തുകൾക്കും അവരെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രം അത് ചെലവഴിക്കുകയും ചെയ്യാതിരിക്കാൻ, അവർക്ക് മാത്രം തിന്നുന്നതാകാതിരിക്കാൻ. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു. ജാഹിലിയത്തിൽ യുദ്ധാർജിത സ്വത്ത് അവരിലെ വലിയ വലിയ ആളുകൾ, വലിയ ഏമാന്മാരായ ആളുകൾ അതെടുക്കുകയും അവർക്ക് തോന്നിയവർക്ക് കൊടുക്കുകയും തോന്നിയതുപോലെ ചെലവഴിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ജാഹിലിയത്തിൽ അത് ദൂലത്തും ബൈനൽ അഗ്നിയ ആയിരുന്നു. അള്ളാഹു പറഞ്ഞു, അള്ളാഹു അതിന് വ്യക്തമായ മസാരിഫ്, ചെലവഴിക്കേണ്ട വഴികൾ അള്ളാഹു കൽപ്പിച്ചത്. കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിലെ പണക്കാർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങുന്ന, അവർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് ആകാതിരിക്കാൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങളോട് വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനുള്ള പരിശുദ്ധ ഖുർആനിലെ വ്യക്തമായ കൽപ്പനയാണിത്. അപ്പോ ഖുർആനിൽ വിശ്വസിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വിശ്വസിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവൻ സ്വീകരിക്കാതെ അവന് മുസ്ലിമാകാൻ സാധ്യമല്ല. അവൻ ഖുർആനിൽ അവൻ വിശ്വസിക്കുന്നു എന്നവൻ പറയാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുക. നോക്കൂ, അവിടുത്തെ കൽപ്പനകൾ ആണിതിൽ ഒന്നാമതായി ഉൾപ്പെടുന്നത്. അവിടുത്തെ കൽപ്പനകൾ ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ മഹ്മാ അമറകും ബിഹി ഫഫഅലൂഹു വമഹ്മാ നഹാകും അൻഹു ഫജ്തനിബൂഹു. അവിടുന്ന് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിക്കുക, അവിടുന്ന് എന്താണോ നിങ്ങളോട് വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുക. ഫഇന്നഹു ഇന്നമാ യഅമുറു ബിഖൈറിൻ വഇന്നമാ യൻഹാ അൻ ശർറിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈർ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ, ഷർറ് മാത്രമേ അവിടുന്ന് വിലക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചൊരു കാര്യം സഹോദര നീ ചെയ്താൽ നിനക്കതുകൊണ്ടൊരു ദോഷവും വരാനില്ല, ഖൈറേ വരാനുള്ളൂ. അവിടുന്ന് വിലക്കിയ ഒരു കാര്യം അത് നീ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ദോഷം ആദ്യം അനുഭവിക്കേണ്ടി വരിക നീ തന്നെയാണ്, ആദ്യം ഈ ദുനിയാവിൽ പിന്നെ ആഖിറത്തിലും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലാണ് എല്ലാ ഖൈറുമുള്ളത്. ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് തഹ്ലീലിന്റെയും തഹ്രീമിന്റെയും വിഷയത്തിൽ ഖുർആനും സുന്നത്തും ഒരേപോലെയാണ്. തഹ്ലീലിന്റെയും തഹ്രീമിന്റെയും വിഷയത്തിൽ, ഓതുന്നതിന്റെ വിഷയത്തിൽ ഒരുപോലെയല്ല. ഖുർആൻ ഓതുന്നതും ഒരാൾ ഹദീസുകൾ വായിക്കുന്നതും ഒരുപോലെയല്ല. അത് വായിക്കുന്നത് കൊണ്ട്, വായന കൊണ്ട് തന്നെ തഅബ്ബുദ് ഉദ്ദേശിക്കുന്നത് അഥവാ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള വായന, പാരായണം തന്നെ ഇബാദത്താക്കാവുന്നത് പരിശുദ്ധ ഖുർആനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അങ്ങനെയല്ല. മറിച്ചത് പഠിക്കുന്നതിന്, മതവിജ്ഞാനം പഠിക്കുന്നതിന് പ്രതിഫലമുണ്ടാകും എന്ന് മാത്രം. അത് ഹദീസുകൾ മാത്രമല്ലല്ലോ, മതവിജ്ഞാനത്തിലേക്ക്, ശറഈയായ ഇൽമിലേക്ക് എത്തിക്കുന്ന ഏത് ഇൽമും പഠിക്കുന്നത് ഖൈറാൻ. ഏത് ഇൽമും പഠിക്കുന്നത് ഖൈറാൻ. മയൂരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ ഫിഖ്ഹ് നൽകും. പണ്ഡിതന്മാർ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഒരാൾ ഈ ദീനി വിജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന ഏത് മാർഗം സ്വീകരിക്കുന്നതും ഖൈറാണ്. ഒരാൾ ഭാഷ പഠിക്കുന്നു, അറബി ഭാഷ പഠിക്കുന്നു, അയാളുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ദീൻ നേർക്ക് നേരെ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തിലാണ് അത് പഠിക്കണമെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഖുർആൻ ഓതുന്നതും ഒരാൾ അറബി ഭാഷ പഠിക്കുന്ന ഒരുപോലെയാണോ? അല്ലല്ലോ. തിലാവത്തിന് തന്നെ പ്രതിഫലമുണ്ട്. എന്നതുപോലെ ഹദീസിന് തിലാവത്തിന്റെ വിഷയത്തിൽ ഹദീസും ഖുർആനും ഒരുപോലെയല്ല. പക്ഷേ ഹറാം ഹലാലുകളുടെ വിഷയത്തിൽ ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും മുസ്ലിമീങ്ങൾ അതൊരുപോലെ സ്വീകരിക്കും. അലാ ഇന്നമാ ഹറമ റസൂലുള്ളാഹ് കമാ ഹറമഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയത് തന്നെയാണ്. കാരണം അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിന്റെ വഹി ലഭിച്ചിട്ടല്ല. അതുകൊണ്ട് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ദീനിൽ തെളിവല്ലെന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ദീനിൽ തെളിവല്ല എന്ന് ഒരാൾ വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. അത് തെളിവല്ല എന്ന് വാദിക്കുക എന്നത് സുബ്ഹാനല്ലാഹ് അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഹദീസുകൾ തെളിവല്ല, ഹദീസുകളൊക്കെ പിന്നീട് ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന പഴച്ചവാദം, ഒരുപാട് കളവുകൾ അവർ അതിൻ്റെ പിന്നാലെ പറഞ്ഞുണ്ടാക്കുന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഹദീസുകൾ എഴുതിയുണ്ടാക്കിയത്, ഹദീസുകൾ അത് പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള പച്ചയായ കളവുകൾ പാമര ജനങ്ങളുടെ മുന്നിൽ അവർ പറയുന്നു. ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് എഴുതി വെച്ചിരുന്നു ഹദീസുകൾ. അവരിൽ എഴുതി വെച്ച സഹാബികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് ഹദീസുകൾ എഴുതി വെച്ചിരുന്നു. റസൂൽ അവിടുത്തോട് എഴുതാൻ പറഞ്ഞ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖുർആനിന്റെ കൂടെ കൂടിക്കലർന്നു പോകുന്നത് കൊണ്ട് ചില സമയത്ത് ചില സഹാബികൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ എല്ലാ സഹാബിമാരും അത് എഴുതാതിരുന്നിട്ടില്ല, എഴുതിയ സഹാബിമാരുണ്ട്. എന്തിന്? ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതിൽ വരെ ഹദീസ് രേഖപ്പെടുത്തിയ മുഹദ്ദിസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ വളരെ കുറച്ചാളുകൾ മാത്രമുള്ള ഹദീസുകളുണ്ട്. വളരെ കുറച്ച്. ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്ന താബിഈ റഹിമഹുല്ലാഹ്, താബിഈയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സഹീഫ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹീഫ പ്രസിദ്ധമാണ്. അതെന്ന് പറഞ്ഞാൽ ഹദീസുകൾ എഴുതിയ ചേടാണത്, അദ്ദേഹത്തിന്റെ സഹീഫ. അത് ഇമാം ബുഖാരിയും മുസ്ലിം അതിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിലെ 140ഓളം ഹദീസുകൾ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇമാം ബുഖാരിയും തമ്മിൽ മൂന്നേ മൂന്ന് ആളുകൾ മാത്രമുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹിയും ഇമാം ബുഖാരിക്കും ഇടയിൽ മൂന്നേ ആളുകൾ മാത്രം. സുലാസിയായ ഹദീസുകൾ എന്നാണ് അതിന് പറയുക. സുലാസിയായ സനദുള്ള ഹദീസുകൾ. ഒന്ന് താബിഈയാണ്, ഒന്ന് താബിഈയാണ്, ഒന്ന് സഹാബിയാണ്. അങ്ങനെയുള്ള ഹദീസുകളുണ്ട്. 16 ഹദീസുകളുണ്ട് സഹീഹ് ബുഖാരിയിൽ. അങ്ങനെ ആവർത്തിച്ചത് കൂട്ടിയാൽ 22 ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി പറയും, ഹദ്ദസന അൽ മക്കി ഇബ്നു ഇബ്രാഹിം, എന്നോട് മക്കി ഇബ്നു ഇബ്രാഹിം എന്ന ആൾ പറഞ്ഞു. അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുന്നു, അൻ യസീദ് ഇബ്നു അബി ഉബൈദ്, എന്നോട് യസീദ് ഇബ്നു അബി ഉബൈദ് പറഞ്ഞു. അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ആരിൽ നിന്നാണ്? സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ് സലമ ഇബ്നുൽ അക്വഅ. അദ്ദേഹത്തിന്റെ മൗലയായിരുന്നു, അദ്ദേഹത്തിന്റെ അടിമയായിരുന്നു യസീദ് ഇബ്നു അബി ഉബൈദ് എന്ന താബിഈ. അദ്ദേഹത്തിൽ നിന്ന് മക്കി ഇബ്നു ഇബ്രാഹിം എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദ്, അദ്ദേഹത്തിന് ഇമാം ബുഖാരി. ഇങ്ങനെയുള്ള ഹദീസുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്ക്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ അടുത്ത കാലം കൊണ്ട് വളരെ അടുത്തിട്ടുള്ള ആളുകളാണ്. ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചവർ പോലും, ഗ്രന്ഥങ്ങളായി എഴുതിയവർ പോലും. അതിനു മുമ്പ് തന്നെ
എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ സംരക്ഷണം അവനേറ്റിട്ടുള്ളതാണ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ പിഴച്ചു പോവുകയില്ല. കിതാബും സുന്നത്തും മുറുകെ പിടിക്കണമെങ്കിൽ ഇതിവിടെ വേണ്ടേ? ഇല്ലാത്തത് എങ്ങനെയാണ് മുറുകെ പിടിക്കാൻ കഴിയുക? അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഖുർആനും സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ദീൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സഹീഹായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. എന്നാലേ മുസ്ലിം ആവുകയുള്ളൂ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനുകൾ അവരുടെ വാക്ക് അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അവരുടെ വാക്ക് സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവരാകുന്നു വിജയികൾ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബാണ് സത്യം, അവർ മുഅ്മിനുകളാവുകയില്ല. ഇതുപോലത്തെ ഒരു വാക്ക് ഖുർആനിൽ വേറെ ഉണ്ടോ നോക്കിക്കോളൂ നിങ്ങൾ. നിന്റെ റബ്ബാണ് സത്യം, അവർ മുഅ്മിനുകളാവുകയില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക, ഓ നബിയെ താങ്കളെ അവർ വിധികർത്താവാക്കുന്നതുവരേക്കും അവർ മുഅ്മിനുകളാവുകയില്ല. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാര്യത്തിൽ. ثم لا يجدوا في أنفسهم حرجا مما قضيت, എന്നിട്ട് താങ്കൾ വിധി പറഞ്ഞ വിഷയത്തിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമവും ഉണ്ടാകാതിരിക്കുകയും വയുസല്ലിമു തസ്ലീമ, അത് പൂർണ്ണ മനസ്സോടെ അവർ സമ്മതിക്കുകയും ചെയ്താലല്ലാതെ അവർ മുഅ്മിനുകളാവുകയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. എത്ര ആയത്തുകളിൽ അല്ലാഹു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല എന്ന് പറഞ്ഞു. അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക എന്ന്. ഇത് ഈ ആയത്തിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരുടെ തെളിവ് പിടിക്കലുകൾ അത് വളരെ അത്ഭുതമാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് കുറച്ച് പണം കൊടുത്തു. ഉമറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പൈസ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അഅതിഹി മൻ ഹുവ അഫ്ഖറു മിന്നി, എന്നെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ ആർക്കെങ്കിലും അത് കൊടുത്തേക്കൂ നബി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ഓ ഉമർ, ഈ പൈസ എന്ന് പറയുന്നത് നീ അത് ജനങ്ങളോട് ചോദിക്കരുത്, നീ അത് ആളുകളോട് ചോദിക്കരുത്. പക്ഷെ ചോദിക്കാതെ നിനക്ക് വന്നു കിട്ടിയാൽ നീ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി സ്വീകരിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ആ ഹദീസിലുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നാൽ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞത് പൊതുവായ നിയമമാണ്. ഇങ്ങോട്ട് തന്നാൽ ഒരാൾ സ്വീകരിക്കണേ തെറ്റില്ല. ചോദിച്ചു വാങ്ങൽ അത് നല്ലതല്ല, അതിൽ ബറക്കത്തില്ല. ആ ചോദ്യകർത്താവ് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിലേക്കാണ് അത് നയിക്കുക. അതേസമയം ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ നീ സ്വീകരിച്ചോളൂ. അങ്ങനെയുള്ള വിധി ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ആ കൂട്ടത്തിൽ ഇബ്നു ഹജർ പറഞ്ഞു, മാത്രല്ല ഇവിടെ കൊടുത്തതാരാണ്? അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടുകൂടിയാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുകയുണ്ടായി. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു സംഭവം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അൽ വാശിമാത്ത് വൽ മുസ്തൗശിമാത്ത് വൽ മുതനമ്മിസാത്ത് വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ. അല്ലാഹു ശപിച്ചിരിക്കുന്നു ഈ പറയപ്പെട്ട ആളുകളെ. ശരിക്കും ശ്രദ്ധിക്കുക. അൽ വാശിമാത്ത്, വാശിമാത്ത് എന്നാൽ പച്ച കുത്തി കൊടുക്കുന്ന സ്ത്രീകൾ. ഇത് പച്ചല്ല, വേറെ കളറിലായാലും അത് ഹലാലാവുകയില്ല. വേറെ കളറിലായാലും അതിന്റെ പേരെന്ന നിലക്കാണ് പച്ച കുത്തൽ എന്ന് പറഞ്ഞത്. അത് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നത് ശരീരത്തിൽ കീറലുകൾ ഉണ്ടാക്കും.
എന്നിട്ട് അതിൽ സുറുമ പോലുള്ളത് ഉപയോഗിച്ച് പലതും വരക്കും. അപ്പോൾ അത് തൊലിയുടെ നിറമായി മാറും. പിന്നെ ഒരിക്കലും അത് നീങ്ങുകയില്ല. പഴയ രീതി ഇങ്ങനെയായിരുന്നു. ഇന്ന് ചിലപ്പോൾ അതിന് ആധുനികമായ പല രീതികളും ഉണ്ടായേക്കാം. എന്തായാലും ശരി, അതിൻ്റെ വിധിയിൽ ആ വകുപ്പിൽ വരുന്നത് ശരീരത്തിൽ ഇങ്ങനെ കുത്തിവെക്കുക അള്ളാഹുവിൻ്റെ ഖൽഖിന് മാറ്റം വരുത്തലാണ്. എന്ത് വൃത്തികേടാണത്! ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ്റെ ഫിത്രത്തിന് പോലും യോജിക്കാത്തതാണത്. അവനവൻ്റെ കോലം ഇങ്ങനെ പലതും വരച്ച് കേടുവരുത്താന്നുള്ളത്. لعن الله رسول الله عبد الله بن مسعود رضي الله عنه പറഞ്ഞു لعن الله ശപിച്ചിരിക്കുന്നു الواشمات والمستوشمات പച്ച കുത്തുന്നവളെയും അതിന് വിധേയയാവുന്നവളെയും എന്നാൽ കുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നവളെയും അതിന് ശരീരം വെച്ചു കൊടുക്കുന്നവളെയും والمتنمصات والمتفلجات للحسن المغيرات خلق الله عز وجل അള്ളാഹു ശപിച്ചിരിക്കുന്നു വാഷിമാറ്റ് പച്ചകുത്തുന്ന അവളെ, പച്ചകുത്തുന്ന പെണ്ണിനെ. എന്നാൽ അത് പുരുഷന്മാർക്കും ബാധകമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്ത്രീകളെ എടുത്തു പറയാനുള്ള കാരണം അക്കാലത്ത് അത് ചെയ്യുന്നത് കൂടുതൽ ആരായിരുന്നു? സ്ത്രീകളായിരുന്നു എന്നതുകൊണ്ടാണ്. വൽ മുസ്തൗഷിമാറ്റ്, മുസ്തൗഷിമാറ്റ് എന്ന് പറഞ്ഞാൽ പച്ചകുത്താൻ വേണ്ടി ശരീരം വെച്ചു കൊടുക്കുന്നവൾ. വാഷിമത്ത് എന്നാൽ അത് ആ പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നവളാണ്. മുസ്തൗഷിമത്ത് എന്നാൽ ആരാണോ അതിന് വിധേയയാകുന്നത് അവളാണ്. വൽ മുതനമ്മിസാത്ത്, മുതനമ്മിസാത്ത് എന്നാൽ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്നവൾ. അങ്ങനെയുള്ള സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മുഖത്തെ രോമങ്ങൾ നീക്കുക എന്നത് കടുത്ത തെറ്റാണ്. അത് പാടില്ലാത്തതാണ്. എത്രയോ സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ എത്രയോ സ്ത്രീകൾ ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സൗന്ദര്യം കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ ചെല്ലാതെയുമൊക്കെ അവരുടെ പുരികങ്ങളും ഒക്കെ അവരിങ്ങനെ എടുത്തു നീക്കുന്നു. അത് പാടില്ലാത്ത അള്ളാഹിന്റെ ഖൽഖിന് മാറ്റം വരുത്തലാണ്. അതേസമയം അവർക്ക് മീശയോ താടിയോ അത് സ്ത്രീകൾക്ക് മുളച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തൊഴിവാക്കാം. അത് തെറ്റില്ല. കാരണം അത് സ്ത്രീകളുടെ ഖൽഖിൽ പെട്ടതല്ല. അതുകൊണ്ട് അങ്ങനെ വന്നാൽ അവർക്ക് നീക്കം ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ അതല്ലാത്ത മുഖത്ത് രോമങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പുരികം പോലെ അതിങ്ങനെ പെൻസിലുകൊണ്ട് വരച്ചതുപോലെ ആക്കാൻ വേണ്ടി അവരത് പറിച്ചു കളയുന്നു. വളരെ കടുത്ത തെറ്റാണത്. ഇത് പാടില്ലാത്തതാണ്. ഇത് കവറിൽ വെക്കേണ്ട ശരീരമാണെന്ന് ഓർമ്മയില്ലാത്ത സ്ത്രീകളാണ് അങ്ങനെ ചെയ്യുന്നത്. ആരുടെ മുന്നിലാണ് ഇവരിത് കാണിക്കുന്നത്? സൗന്ദര്യം അത് പുറമേക്കുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഭർത്താക്കന്മാർക്ക് വേണ്ടിയോ? അവർ പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെതിരായ കാര്യത്തിൽ അവരനുസരിക്കാൻ പാടില്ല. അപ്പോൾ മുഖത്തെ രോമം നീക്കുന്നവരെ സ്ത്രീകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് പുരുഷന്മാർക്ക് ഖാസായ മീശയോ താടിയോ പോലുള്ളത് സ്ത്രീകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒഴിവാക്കാവുന്നതാണ്. കുഴപ്പമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് അതിന് ബാധകമല്ല. കാരണം മുഗയ്യിറാത്തി ഖൽഖല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ ഖൽഖിന് മാറ്റം വരുത്തുന്നവർ എന്ന്. സ്ത്രീകളുടെ ഖൽഖ് അല്ല അവർക്ക് മീശയും താടിയും വരിക എന്നുള്ളത്, മറിച്ച് അത് പുരുഷന്മാരുടെ പ്രകൃതിയാണ്. അതല്ലാതെ മുഖത്തെ രോമം നീക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മുതഫല്ലിജാത്ത് എന്നാൽ പഴയ കാലത്ത് പല്ലുകൾ അത് പരസ്പരം വിടവ് വരുത്തിയിരുന്നു സൗന്ദര്യത്തിന് വേണ്ടി. സൗന്ദര്യം ഓരോ കാലത്ത് സൗന്ദര്യ സങ്കല്പം മാറിക്കൊണ്ടിരിക്കും. അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് വേറെ എന്തെങ്കിലും നിലക്കായിരിക്കാം, ഇനി നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയല്ല. കുറച്ച് മുമ്പ് എല്ലാവരും താടി പഠിച്ച് നടക്കിയിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ താടി മീശൊക്കെ വളർത്തി നടക്കുന്നില്ല. ഇപ്പം അങ്ങനെ ആയത്രേ, ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട് അത്രേ. അല്ലാഹു അഅലം. ലിൽ ഹുസ്നി അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, സൗന്ദര്യത്തിന് വേണ്ടിയും
അള്ളാഹുവിന്റെ പടപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ടും ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ശ്രദ്ധിക്കുക. قال فبلغ امرأة من بني أسد في البيت يقال لها أم يعقوب. ഇത് ഇബ്നു മസ്ഊദ് ഇങ്ങനെ പറഞ്ഞത് ഉമ്മു യഅഖൂബ് എന്ന് വിളിക്കപ്പെടുന്ന ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ അറിഞ്ഞു. ഇബ്നു മസ്ഊദ് ഇങ്ങനെ പറഞ്ഞത്. ഫജാഅത് ഇലൈഹി, ആ ഉമ്മു യഅഖൂബ് അവർ ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് ചോദിച്ചു, ബലഗനി അന്നക ഖുൽത കൈത വകൈത, താങ്കൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. قال أبو ابن مسعود برنو مالي لا ألعن من لعن رسول الله صلى الله عليه وسلم وفي كتاب الله تعالى. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചവരെ അള്ളാഹുവിന്റെ കിതാബിലും ഇക്കാര്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ശപിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? അപ്പൊ ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നുകൂടി ഇബ്നു മസ്ഊദിന്റെ വാക്കിൽ നിന്ന് കിട്ടി. നേരത്തെ ഇബ്നു മസ്ഊദ് പറഞ്ഞു അള്ളാഹു ശപിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് പറഞ്ഞു, അള്ളാഹിന്റെ കിതാബിലും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കാര്യം ഇവിടെ ഉണ്ട്, കിതാബിൽ ഖുർആനിൽ അള്ളാഹിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. ഖുർആൻ എന്ന് പറയുന്നതിനേക്കാളും സൂക്ഷ്മമായൊരു പ്രയോഗമാണ് ഇതുപോലുള്ള വിഷയത്തിൽ കിതാബുള്ള എന്നത്. അത് വേറൊരു വിഷയമാണ്, അത് പറയാം. ഫഖാലത്ത്, അപ്പൊ അവർ പറഞ്ഞു, ഇന്നി ലഅഖറഉ മാ ബൈന ലൗഹൈഹി ഫമാ വജദ്തുഹു, ഞാൻ ഖുർആനിന്റെ 2 ചട്ട അതിനിടയിൽ മുഴുവൻ ഓതിയിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇൻ കുൻതി ഖറഅതിഹി ഫഖദ് വജദ്തിഹി, നീ ഓതിയിട്ടുണ്ടെങ്കിൽ നീ കണ്ടിട്ടുണ്ട്, നീ കണ്ടിട്ടുണ്ട്. അമാ ഖറഅതി വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, ഈ ആയത്ത് കണ്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൊണ്ടുവന്നത് അത് സ്വീകരിക്കുക, അവിടുന്ന് വിലക്കിയത് ഒഴിവാക്കുക. ഖാലത് ബല, അവർ പറഞ്ഞു അതെ. അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഫഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പച്ച കുത്തുക, മുഖത്തെ രോമങ്ങൾ സ്ത്രീകൾ നീക്കുക, അതുപോലെ അവർ പച്ച കുത്തുന്നവളെയും അതിന് നിന്നു കൊടുക്കുന്നവളെയും, അതുപോലെ പല്ലുകൾ അതിനിടയിൽ അത് രാഗി അതിനിടയിൽ വിടവ് വരുത്തുന്നവരെയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, താങ്കളുടെ കുടുംബക്കാരിൽ ചിലർ താങ്കളുടെ ഭാര്യയോ മറ്റോ ഇത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇദ്ഹബി ഫംദുരി, എന്നാ പോയി നോക്കിക്കോ. അവർ ചെന്ന് നോക്കി, എന്നാൽ അവരങ്ങനെ ചെയ്തു കണ്ടിട്ടില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് പറയുകയുണ്ടായി, ലൗ കാന കദാ ലമാ തജാമഅന, അവളെങ്ങാനും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവളുമായി ബന്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഇബ്നു മസ്ഊദ് ഖുർആനിൽ ഒരു ആയത്ത് ഓതുകയുണ്ടായി. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു പറഞ്ഞ വാക്ക്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻ, നിങ്ങളോടൊരു കാര്യം വിലക്കുകയും എന്നിട്ട് ഞാൻ അത് പോയി ചെയ്യുകയും അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതും ഇബ്നു മസ്ഊദ് അവരോട് പറയുകയുണ്ടായി. നോക്കി ഈ സംഭവത്തിൽ തെളിവെന്താണ്? അള്ളാഹു ഈ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് ഇബ്നു മസ്ഊദ് എന്തിനു തെളിവായി പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയ കാര്യം അത് അള്ളാഹിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പച്ച കുത്തുന്നവരെ ശപിക്കുന്ന ആയത്ത് ഖുർആനിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ്. റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ഒഴിവാക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാധകം തന്നെയാണ്, അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാണ് ഇബ്നു മസ്ഊദ് ഇതിലൂടെ അവിടുന്ന് തെളിവ് പിടിച്ചത്. ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.